നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മേയറും സംഘവും ഡൽഹിക്ക് പോയപ്പോൾ ഇവിടെ വലിയ നിലവിളിയായിരുന്നു. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട നിലവിളി ഇപ്രകാരമായിരുന്നു: ആദ്യത്തെ ബജറ്റ് അവതരിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ആ ബജറ്റ് അതായത് ബജറ്റിന്റെ കാര്യങ്ങളൊക്കെ അവതാളത്തിലാകില്ലേ ഡൽഹിയിലായിരുന്നാൽ, അത് ആര് ചെയ്യും എന്നതടക്കമുള്ള വലിയ രീതിയിലുള്ള വിമർശനമൊക്കെ ഉയർന്നിരുന്നു പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന്. അതായത് UDF-ന്റെയും LDF-ന്റെയും ഭാഗത്തു നിന്നും തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP-ക്ക് നേരെ അത്തരത്തിലൊരു വിമർശനമൊക്കെ ഉയർന്നതാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം ബജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നു. LDF-നെ UDF-നെ ഞെട്ടിച്ചുകൊണ്ടുള്ളൊരു ബജറ്റാണ് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഡെപ്യൂട്ടി മേയർ ആശാനാഥാണ് ഇത്തരത്തിൽ ഈ ബജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരുപാട് പ്രഖ്യാപനങ്ങളുണ്ട്. പതിറ്റാണ്ടുകൾക്ക് ശേഷം പിടിച്ചെടുത്ത തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP ഭരണസമിതിയുടെ കന്നി ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ തിരുവനന്തപുരം നിവാസികൾക്കൊക്കെ ഒരുപാട് പ്രതീക്ഷ നൽകുന്ന ഒരു ബജറ്റാണ് അവതരിപ്പിക്കപ്പെട്ടത്. നഗരത്തിൽ വീടില്ലാത്തവർക്കായി കോർപ്പറേഷന്റെ സ്വന്തം ഭവന പദ്ധതിയാണ് ബജറ്റിലെ പ്രധാന പ്രഖ്യാപനങ്ങളിൽ ഒന്നായിട്ട് മാറിയിരിക്കുന്നത്. അർഹരായ ഗുണഭോക്താക്കൾക്ക് വീട് നിർമ്മാണത്തിനുള്ള മുഴുവൻ തുകയും കോർപ്പറേഷൻ തന്നെ നൽകും. മാത്രമല്ല, പ്രധാനമന്ത്രി ഭവന യോജന പദ്ധതിക്കായി 20 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. പത്മനാഭ സ്വാമി ക്ഷേത്രം, ആറ്റുകാൽ, വെട്ടുകാട്, ഭീമാപ്പള്ളി എന്നിവയെ ബന്ധിപ്പിച്ച് സ്പിരിച്വൽ ടൂറിസം സർക്യൂട്ടിന് 50 ലക്ഷം അനുവദിച്ചിട്ടുണ്ട്. അനന്തപുരി തൊഴിൽ കേന്ദ്രം വഴി 18 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും തൊഴിൽ ഉറപ്പാക്കാൻ 5 കോടിയുടെ പദ്ധതിയും തുടങ്ങും. വിശപ്പില്ലാത്ത നഗരം എന്ന ലക്ഷ്യത്തോടെ 20 രൂപയ്ക്ക് ഭക്ഷണം നൽകുന്ന അടൽ ക്യാൻറ്റീൻ പദ്ധതിക്കായി 2 കോടി രൂപ. കോർപ്പറേഷന് കീഴിൽ 1 കോടി രൂപ ചെലവിൽ അടൽ സൂപ്പർ മാർക്കറ്റ്. രോഗനിർണയത്തിന് ചികിത്സയ്ക്ക് പ്രാധാന്യം നൽകുന്ന ബജറ്റിൽ പ്രൈം ഹെൽത്ത് ലാബ് സൗകര്യങ്ങൾക്കായി 1 കോടി രൂപ. ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് ലിമിറ്റഡുമായി സഹകരിച്ച് സിറ്റി സ്കാനിംഗ്, MRI, എക്സ്റേ സൗകര്യങ്ങൾക്കുള്ള സെന്ററിന് 1 കോടി രൂപയും വകയിരുത്തി. നഗരത്തിലെ 50 കേന്ദ്രങ്ങളിൽ HL-മായി സഹകരിച്ച് കളക്ഷൻ സെന്ററുകൾ തുടങ്ങുമെന്നുമുണ്ട്. ഇത്തരത്തിൽ ഒരുപാട് പ്രഖ്യാപനങ്ങളുണ്ട്. അക്ഷരാർത്ഥത്തിൽ ഒരു തിരുവനന്തപുരം നിവാസികൾക്ക് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു ബജറ്റാണ് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും കോർപ്പറേഷൻ BJP നേടി. അപ്പോൾ ബജറ്റ് എങ്ങനെയായിരിക്കും, ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുമോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. എന്തായാലും ബജറ്റ് അവതരിപ്പിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനം. അത് ഇനി നടപ്പിലാക്കുക എന്നത് വലിയ ദൗത്യമാണ്. മാറാത്തത് മാറുമെന്ന ദൃഢപ്രഖ്യാപനവുമായിട്ടാണ് ഈ നഗരവാസികൾക്കായി വൻ വാഗ്ദാനങ്ങൾ നിരത്തിയിരിക്കുന്നത് തിരുവനന്തപുരം നഗരസഭ. ഡെപ്യൂട്ടി മേയർ ആശാനാഥ് അവതരിപ്പിച്ച തന്റെ ആദ്യ ബജറ്റിൽ ആരോഗ്യക്ഷേമ മേഖലകൾക്കും അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യ വികസനത്തിനുമാണ് മുൻതൂക്കം നൽകിയിരിക്കുന്നത്. ഭവനം, അതുപോലെ തന്നെ ഭക്ഷണം, ആരോഗ്യ മേഖല, ഇതിലൊക്കെ വലിയ രീതിയിലുള്ള പ്രഖ്യാപനങ്ങളുണ്ട്. എന്തായാലും ഏവരും ഉറ്റുനോക്കുകയാണ് ഇത് നടപ്പിലാക്കുന്നതിനായി. ഓരോ വർഷവും അനുവദിക്കേണ്ട പ്രവർത്തനങ്ങൾ, നിർമ്മാണ പ്രവർത്തനങ്ങളിലും അതോടൊപ്പം തന്നെ വികസന പ്രവർത്തനങ്ങളിലും ക്ഷേമ പ്രവർത്തനങ്ങൾക്കും ആവശ്യമായ പദ്ധതികളൊക്കെ തന്നെ 2026-27 സാമ്പത്തിക വർഷത്തിന്റെ പശ്ചാത്തലത്തിൽ കൃത്യമായിട്ട് അനുവദിച്ചിട്ടുള്ളപ്പോൾ തന്നെ നിരവധി മേഖലയിൽ ജനങ്ങൾക്ക് പ്രതീക്ഷ നൽകാൻ വേണ്ടി ഈ ബഡ്ജറ്റിലൂടെ സാധിച്ചു. ഒരുപക്ഷെ ചരിത്രത്തിൽ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനവും ഏറ്റെടുത്തിട്ടില്ലാത്ത തരത്തിലുള്ള ഒരുപക്ഷെ ചലഞ്ച് എന്ന് പറയാം, അല്ലെങ്കിൽ ഉത്തരവാദിത്വം എന്ന് പറയാം. അതാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഏറ്റെടുത്തിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ആവശ്യപ്പെടുന്ന ഒന്നാണ് സ്വന്തമായി ഒരു കിടപ്പാടമില്ല എന്നുള്ളത്. പലർക്കും ഭൂമിയുണ്ട്, വീട് വയ്ക്കാൻ പണമില്ല. കുറെ പേർക്ക് ഭൂമിയുമില്ല, വീടുമില്ല. അപ്പോ കഴിഞ്ഞ ഈ പുതിയ ഭരണസമിതി ചുമതലയിൽ ഏറ്റതിനു ശേഷം ഞങ്ങളുടെ മുൻപിൽ, മേയറുടെ മുൻപിലും ഡെപ്യൂട്ടി മേയറുടെ മുൻപിലും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുടെ മുൻപിലും ഒക്കെ തന്നെ വന്നിട്ടുള്ള ആവശ്യക്കാരിൽ ഏറ്റവും കൂടുതൽ വീടില്ലാത്തവരാണ്, പട്ടിണി പാവങ്ങളാണ്. അതിൽ ഞാൻ പറഞ്ഞ 2 കാറ്റഗറി ആൾക്കാരുണ്ട്. സ്ഥലം ഒക്കെ ഉണ്ട്, കോർപ്പറേഷനിൽ നിന്നും ഒക്കെ കിട്ടിയ സ്ഥലമുണ്ട്. പക്ഷേ അടുത്ത ഘട്ടം വീട് വയ്ക്കാൻ പണമില്ല. മറ്റുള്ളവർക്ക് സ്ഥലവും ഇല്ല, വീടുമില്ല. അപ്പൊ ഇക്കാര്യങ്ങളെ കുറിച്ച് ഭരണസമിതി കഴിഞ്ഞ 2 മാസത്തിനിടയ്ക്ക് വളരെ ഗൗരവമായി ചർച്ച ചെയ്യുകയും ഈ പ്രശ്നം പരിഹരിക്കണമെന്നുള്ള ഒരു ധാരണയിൽ ഞങ്ങൾ എത്തുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഡൽഹിയിലേക്ക് തിരുവനന്തപുരം കോർപ്പറേഷനിലെ 50 കൗൺസിലർമാർ നടത്തിയ യാത്രയിൽ ഉൾപ്പെടെ പല കാര്യങ്ങളും ഗൗരവമായി ചർച്ച ചെയ്തിട്ടുണ്ട്. പല കേന്ദ്രമന്ത്രിമാരും ഒക്കെ ആയിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ രേഖകൾ പരിശോധിച്ചപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ 2000 പേർക്ക്, ഭവനരഹിതരായ 2000 പേർക്ക് ഭൂമി കിട്ടി. അവർക്ക് ഡോക്യുമെന്റ്സ് ഒക്കെ ഏറെക്കുറെ റെഡി ആയിട്ടുണ്ട്. അടുത്ത എഗ്രിമെന്റ് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വീട് വയ്ക്കാനുള്ള അവസ്ഥയിലാണ്. അവർക്കതിന് സാധിക്കാത്തത് കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി ആവാസ് യോജന PMAY പദ്ധതിയുടെ 2ാം ഘട്ടം സംസ്ഥാന സർക്കാർ ഒപ്പിടുന്നില്ല. PMAY പദ്ധതിയുടെ ലോഗോ ഉണ്ട്. അത് ഏതൊരു പദ്ധതിക്കും ഒരു എംബ്ലം ഉണ്ടാവും, ഒരു ലോഗോ ഉണ്ടാവും. ഇപ്പൊ തിരുവനന്തപുരം കോർപ്പറേഷൻ എംബ്ലം ഉണ്ട്, സംസ്ഥാന സർക്കാരിനുണ്ട്. അതുപോലെ ഒരു പദ്ധതിക്ക്, ഒരു പ്രോജക്റ്റിന് ഒരു എംബ്ലം. ആ എംബ്ലം
അംഗീകരിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാത്തത് കൊണ്ടാണ്, സംസ്ഥാന സർക്കാരിന്റെ പിടിവാശി കൊണ്ടാണ് കേരളത്തിലെ ലക്ഷക്കണക്കിന് ആൾക്കാർക്ക്, അർഹരായവർക്ക് വീട് കിട്ടാത്തത്. ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെയും കയ്യിലും സംസ്ഥാന സർക്കാരിന്റെ കയ്യിലും അതാത് കോർപ്പറേഷന്റെയും പഞ്ചായത്തുകളുടെയും കീഴിലൊക്കെ തന്നെ അവരവരുടെ വിഹിതമുണ്ട്, പണമുണ്ട്. പക്ഷേ സംസ്ഥാന സർക്കാരിന്റെ ഒരു രാഷ്ട്രീയ പിടിവാശിയാണ് ഈ കരാറിൽ ഒപ്പിടാത്തത്. അതുകൊണ്ട് സാധാരണക്കാരായ ജനങ്ങൾ വർഷങ്ങളായി ദുരന്തവും ദുരിതവും അനുഭവിക്കുകയാണ്. പലരും മരണപ്പെട്ടു. ഒരു വീട് സ്വന്തമായ ഒരു സ്വപ്നം എന്നുള്ളവർ അത് നടപ്പിലാക്കാൻ പറ്റാതെ സംസ്ഥാന സർക്കാരിന്റെ ഒരു പിടിവാശി കൊണ്ട് അവർ മരണപ്പെട്ടവർ പലരും ഉണ്ട്. അപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷന് ഈ കണ്ണീര് കണ്ടുകൊണ്ടിരിക്കാൻ സാധ്യമാകുന്നതുകൊണ്ട് ഞങ്ങൾ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ്. സംസ്ഥാന സർക്കാർ പദ്ധതിയിൽ ഒപ്പിട്ടില്ലെങ്കിലും പദ്ധതി മുടങ്ങരുത് എന്ന ഉദ്ദേശത്തോടു കൂടി ഞങ്ങൾ ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭൂമി ലഭിച്ചിട്ടുള്ള മറ്റുള്ള രേഖകളൊക്കെ തയ്യാറായിട്ടുള്ള 2000 പേർക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ മുൻകൈയെടുത്ത് വീട് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ ഒരു കോർപ്പറേഷൻ ഇത്തരത്തിൽ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. അപ്പോൾ PMAY എന്നുള്ളൊരു പദ്ധതി നിലവിലുള്ളത് കൊണ്ട് ഞങ്ങൾ ആ പദ്ധതിക്ക് ഡെപ്യൂട്ടി മേയർ അത് അവതരിപ്പിച്ചപ്പോഴേക്കും വ്യക്തമായിട്ട് പറഞ്ഞു, PMBY, പ്രധാനമന്ത്രി ഭവൻ യോജന, പ്രധാനമന്ത്രി ആവാസ് യോജന എന്നുള്ളത് പ്രധാനമന്ത്രി ഭവൻ യോജന എന്നുള്ള തരത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ നടപ്പിലാക്കാൻ ആരംഭിക്കുകയാണ്. ഇപ്പോൾ ഉള്ള 2000 പേർക്ക് കോർപ്പറേഷൻ വീട് കൊടുക്കും. അതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഫണ്ട് ഏതെങ്കിലും തരത്തിൽ ലഭ്യമാകുമെങ്കിൽ ഞങ്ങൾ അതും പ്രയോജനപ്പെടുത്തും. ഇനി ലഭ്യമായില്ലെങ്കിലും ഇവർക്ക് കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ വീട് കൊടുക്കും. ഇതാണ് ഈ ബഡ്ജറ്റിൽ ആദ്യമായി പറയാനുള്ള ഒരു വ്യത്യസ്തത. മറ്റൊന്ന് നമുക്കറിയാം, നമ്മളൊക്കെ തന്നെ പൊതുപ്രവർത്തകരെ കാണാൻ വേണ്ടി വരുന്ന മേയറെയൊക്കെ ഉൾപ്പെടെ, ഡെപ്യൂട്ടി മേയർ ഉൾപ്പെടെ കാണാൻ വരുന്ന ആവശ്യക്കാരിൽ നല്ലൊരു വിഭാഗവും ആരോഗ്യ മേഖലയിൽ അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ്. അവരുടെ ആരോഗ്യ, അവരുടെ ചികിത്സ, അതോടൊപ്പം തന്നെ ബന്ധുക്കളുടെ ചികിത്സ, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സാധിക്കുന്ന കാര്യങ്ങളൊക്കെ ഇടപെടണം എന്ന് ഈ ഭരണസമിതി തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മരുന്ന് വാങ്ങാനാണ് ഏറ്റവും കൂടുതൽ ചെലവ് വരുന്നത്. ഒരു ദിവസം കഴിക്കാനുള്ള ഒരു ടാബ്ലറ്റ് ഒന്ന് വാങ്ങിത്തരണം എന്ന് പറഞ്ഞു പോലും വൈകുന്നേരം 3 മണി മുതൽ 5 മണി വരെ മേയർ ജനങ്ങളെ കാണുന്ന സമയത്ത് ഞങ്ങളുടെ റൂമുകളിലേക്ക് കടന്നു വന്ന പാവപ്പെട്ട ആൾക്കാരുണ്ട്. അപ്പോ അത് മുഖവിലേക്ക് എടുത്തുകൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിലെ 101 വാർഡുകളിൽ 50%, 40% മുതൽ 50% വരെ വില കുറച്ച് മരുന്നുകൾ ലഭിക്കുന്ന മെഡിക്കൽ സ്റ്റോറുകൾ സ്ഥാപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് HLL-മായി ചേർന്നിട്ട്. അപ്പൊ 101 വാർഡിൽ സ്ഥാപിക്കുകയാണ് എല്ലാ കൗൺസിലർമാരും. അപ്പോൾ ചുമതല ഏറ്റെടുത്ത ദിവസം ഞങ്ങൾ പറഞ്ഞു 101 വാർഡിനെയും ഒറ്റ യൂണിറ്റായി കണ്ടുകൊണ്ടുള്ള വികസനമായിരിക്കും തിരുവനന്തപുരം കോർപ്പറേഷൻ വിഭാവനം ചെയ്യുന്നത് എന്ന് പറഞ്ഞത് അക്ഷരാർത്ഥത്തിന് ശരിയാവുകയാണ്. മറ്റൊന്ന് നമുക്കറിയാം, ബ്ലഡ് ടെസ്റ്റ് ഉൾപ്പെടെ ഇപ്പൊ ഷുഗർ ആയിക്കോട്ടെ, കൊളസ്ട്രോൾ ആയിക്കോട്ടെ, ഡീറ്റെയിൽ ചെക്കപ്പുകൾ ആയിക്കോട്ടെ, അത് നടത്തുമ്പോഴേക്കും 1000-കണക്കിന് രൂപയാണ് ആകുന്നത്. അതിന് ഏകദേശം അതിന്റെ പകുതി തുകയ്ക്ക് ടെസ്റ്റ് ചെയ്യാൻ കണക്കിന് 2 വാർഡുകൾ ചേർന്നുകൊണ്ട് ഒരു ലാബ്, ഹിന്ദ് ലാബിന്റെ സെന്ററുകൾ കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുകയാണ്. അപ്പൊ 2 വാർഡുകൾക്ക് ചേർന്ന്, തൊട്ടടുത്തുള്ള 2 വാർഡുകൾക്ക് ചേർന്ന് ഒരു സെന്റർ എന്നുള്ള നിലയ്ക്ക് എവിടെയൊക്കെയാണെന്നുള്ള പിന്നീട് 50 സെന്ററുകൾ ആരംഭിക്കാൻ HLL-മായി ധാരണയിലെത്തി.